വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വിശേഷം ഫിലിം സിനിമ കണ്ടു. ഡയറക്ടർ സൂരജ് ടോം, പ്രൊഡ്യൂസർ അനിൽ സൂരജ്, അതേപോലെ സിനിമാറ്റോഗ്രാഫി സാഗർ അയ്യപ്പൻ, റൈറ്റർ മധുസൂദനൻ ആനന്ദ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ മധുസൂദനൻ ആനന്ദ്, ചിന്നു ചാന്ദിനി നായർ, അൽതാഫ് സലീം, ആൻ ജമീല സലീം, പാർവതി മാല, ജോണി ആൻ്റണി, പി കുഞ്ഞികൃഷ്ണൻ, ബൈജു ജോൺസൺ, വിനീത് തട്ടിൽ, അതുപോലെ മറ്റ് ചില കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മധുസൂദനൻ ആനന്ദും ചിന്നു ചാന്ദിനി നായരുമാണ്. പിന്നെ ഈ സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ, അതുപോലെ ഭയങ്കര BGM, മ്യൂസിക് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അങ്ങനെ ഉള്ള ഒരു സിനിമയല്ല ഇത് സാധാരണക്കാരുടെ സിനിമയാണ്. അതുകൊണ്ട് ഈ സിനിമ ഈ രീതിയിൽ എടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ഷൻ രംഗങ്ങളും വലിയ മ്യൂസിക്കും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അതുപോലെ ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്കും കൊടുക്കുക. ഈ സിനിമയിൽ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായ കാര്യങ്ങളെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാരേജ് നടക്കാൻ വധുവിനെ ലഭിക്കാനും വരനെ ലഭിക്കാനുമൊന്നും അത്ര പ്രയാസമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരുപാട് പേർക്ക് ഒരുപാട് ഏജ് ഓവറായിട്ടും മാരേജ് ആകാതെ അങ്ങനെ ഇരിക്കുകയാണ്. കാരണം മാരേജ് നടക്കുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച്, അതിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ ഈ സിനിമയിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഒരു വീട്ടിൽ തന്നെ 10 മക്കളുണ്ടാവും, 7 മക്കൾ, 5 മക്കൾ, അങ്ങനെയൊക്കെ മക്കൾക്ക് പണ്ട് പഞ്ചമേ ഇല്ലാത്ത കാലമായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മാരേജ് ആകുന്ന എല്ലാവർക്കും അങ്ങനെ കുട്ടികൾ ഉണ്ടാകുന്നില്ല. ഒരുപാട് പേര് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ചിലർക്ക് കുട്ടികൾ ഉണ്ടാകാൻ പ്രയാസമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേര് ഈ കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് മക്കളില്ലാതെ വല്ലാതെ സമൂഹത്തിലുള്ളവർ ദിവസവും ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക, കുത്തുവാക്കുകൾ പറയുക. അതേപോലെ മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ ആശുപത്രികളായിട്ട് കയറി ഇറങ്ങുക, ഒരുപാട് പണം ചെലവാകുക. പിന്നെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള മടുപ്പ്, അങ്ങനെ ഒരുപാട് വിഷമതകൾ ഈ കാര്യത്തിൽ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് നമ്മളിപ്പോൾ സത്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ വിവാഹം നടക്കാത്ത ഒരു വിഷയം, അതേപോലെ വിവാഹം നടന്നു കഴിഞ്ഞാൽ മക്കൾ ഉണ്ടാകാത്ത വിഷയം, ഈ രണ്ട് കാര്യങ്ങളെയും ഈ സിനിമയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് അതിൻ്റെ ഇത് എഴുതിയ റൈറ്റർ മധുസൂദനൻ ആനന്ദിന് ആ കാര്യത്തിൽ എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം അത് വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അതിൽ എഴുതി, അത് തിരക്കഥയും തയ്യാറാക്കി കൃത്യമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ഉള്ള ഓരോ ആക്ടേഴ്സിൻ്റെ, ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് അത് അനുഭവിക്കുന്ന ആക്ടേഴ്സ് എന്ന് പറയുന്നത് മധുസൂദനൻ, അതുപോലെ ചിന്നു ചാന്ദിനി നായരുടെ ക്യാരക്ടേഴ്സാണ്. അവരാണല്ലോ പ്രധാന കഥാപാത്രങ്ങൾ. അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ചിന്നു ചാന്ദിനി നായർ വളരെ നന്നായിട്ട് ആ വേഷം ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ സിനിമയിൽ അഭിനയിച്ച ഓരോരുത്തരെ കുറിച്ചും പറയാം. ആദ്യം തന്നെ ചിന്നു ചാന്ദിനി നായരെ കുറിച്ച് തന്നെ തുടങ്ങാം. അവരൊരു എക്സ്പീരിയൻസ്ഡ് ആക്ടറാണെന്ന് ഈ സിനിമയിൽ തെളിയിച്ചിട്ടുണ്ട്. കാരണം അവർക്കൊരു 3 തലങ്ങളാണ് ഞാൻ ഈ സിനിമയിൽ കണ്ടത്. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് അവരുടെ ജോലിയെ സംബന്ധിച്ച് അവർ ഒരു ലേഡി കഥാപാത്രം ഈ ജോലിയിലിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർ വ്യക്തമായിട്ട് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ജോലിയിൽ നിന്ന് അവർ വിവാഹത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു വിവാഹ പെണ്ണിൻ്റെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ജോലിയിൽ നിന്ന് ഇതിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് നന്നായിട്ട് എക്സ്പ്രഷൻ കാണിച്ചവർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ മാരേജ് ആയതിനു ശേഷം അവർക്ക് ഈ സിനിമയിൽ അവസാനം വരെ അവർക്കുണ്ടാകുന്ന വളരെ വലിയൊരു ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾ എങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ഒരാളെന്ന് പറയുന്നത് ചിന്നു ചാന്ദിനി നായരാണ്. അവർക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. അവർ നന്നായി ആ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അൽതാഫ് സലീം,
അൽതാഫ് സലീമിന് ആ വോയിസ് അറിയാമല്ലോ, ഒരു പ്രത്യേക ചെറിയ കുട്ടികളുടെ പോലത്തെ വോയിസാണ്. ആ വോയിസ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് പറ്റിയ ഒരു വേഷം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കോമഡിയാണ് അദ്ദേഹം ഇതിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് തന്നെ അൽതാഫ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അൽതാഫ് ഉണ്ട്. അൽതാഫ് വരുന്ന നിമിഷങ്ങളിലൊക്കെ സംസാരത്തിലൂടെ തന്നെ അങ്ങേർക്ക് കുറേ കോമഡി ചെയ്യാനുണ്ടായിരുന്നു. അത് നമ്മുടെ ഉള്ളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിൽ തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. അൽതാഫിന് എൻ്റെ അഭിനന്ദനങ്ങൾ, നന്നായിട്ടുണ്ട്. പിന്നെ അടുത്ത ആൾ ആൻ ജമീല സലീമാണ്. അവർ ഈ സിനിമയിൽ കുറച്ച് നേരെ വരുന്നുള്ളൂ. അവരുടെ ഒരു ജോലിയുമായിട്ടാണ് അവർ വരുന്നത്. അവരുടെ ഈ സിനിമയിലെ ഒരു ജോലി പറയണത് ഒരു ആശുപത്രിയിലെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ക്യാരക്ടറിന് ജനങ്ങളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടി വരും, ജനങ്ങളോട് എങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരും, അതുപോലെ ആശുപത്രിയിൽ ആ ഒരു ക്യാരക്ടർ എന്തൊക്കെയാണ് ചെയ്യുക, അതൊക്കെ നല്ല വ്യക്തമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരെ ഉള്ളൂ എങ്കിലും ആ ക്യാരക്ടറിനെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു. അവരത് നല്ല കോമഡിയിലൂടെയും പക്ഷേ അതേസമയം നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലും ആ വേഷം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പി കുഞ്ഞികൃഷ്ണ സാറ്, പിന്നെ പാർവതി മാല, വിനീത് തട്ടിൽ, അതുപോലെ ബൈജു ജോൺസൺ, പിന്നെ ജോണി ആൻ്റണി, ഇവരുടെ ക്യാരക്ടേഴ്സൊക്കെ അവർ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആണല്ലോ. അവർക്ക് എത്രയാണോ റോള് കൊടുത്തിരിക്കുന്നത് അത് വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ രണ്ട് വിഷയങ്ങളെക്കുറിച്ച് റൈറ്ററായ മധുസൂദനൻ ആനന്ദ് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ചില മൈനസ് പോയിന്റുകളും പറയാനുണ്ട്. പക്ഷേ അതിനു മുമ്പ് പ്ലസ് പോയിന്റ് തന്നെ ഞാൻ പൂർണ്ണമാക്കിയേക്കാം, അതിന് ശേഷം മൈനസ് പോയിന്റ് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഈ ദുഃഖങ്ങളിൽ നമ്മൾ ഒന്ന് ചിന്തിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ് ഈ വിശേഷം. പിന്നെ ഈ സിനിമയിലെ മൈനസ് പോയിന്റുകളിലേക്ക് വരാം. ഒന്നാമത്തെ മൈനസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത് മധുസൂദനൻ ആനന്ദിൻ്റെ അഭിനയം തന്നെയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം ഈ സിനിമയിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, എനിക്ക് ഇഷ്ടമായില്ല. കാരണം എന്തൊക്കെയോ കാണിച്ചുകൂട്ടൽ നടത്തി ഒപ്പിച്ച് അഭിനയിച്ച പോലെ എനിക്ക് തോന്നിയുള്ളൂ. അദ്ദേഹം ഒരു പുതിയൊരു അഭിനേതാവാണ്, ആക്ടറാണ് എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നന്നായിട്ട് അദ്ദേഹം പുരോഗമിക്കാണ്ട്. പക്ഷേ നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് ആ വേഷത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു സിനിമാറ്റിക് അഭിനയം അത്രയ്ക്ക് അങ്ങോട്ട് അതിൽ ഉദിച്ചിട്ടില്ല. അതാണ്, ഒരു റിയാലിറ്റി ആയിട്ടാണ് അദ്ദേഹം പോകുന്നത്, ഓക്കെ. പക്ഷേ എന്നാലും ആ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ അത്ര എനിക്ക് ഇഷ്ടമായില്ല, അതാണ് സത്യം. പിന്നെ അതേപോലെ തന്നെ ഈ സിനിമയുടെ ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് കണ്ടൻ്റ് ഉണ്ടല്ലോ, അത് എത്ര ഒരു പൊള്ളുന്ന കണ്ടൻ്റാണെന്ന് അത് അനുഭവിക്കുന്നവർക്കേ അറിയുള്ളൂ. സമൂഹത്തിൽ അത്തരം വ്യക്തികൾ ഒരുപാടുണ്ട്, എനിക്കറിയാം. ഏജ്ഡ് ആയിട്ട് മാരേജ് ആകാതെ അങ്ങനെ ഏജ് ഓവറായിട്ട് മാരേജ് ആകാതെ നടക്കുന്നവരെ കുറിച്ച് അറിയാം. അതേപോലെ മാരേജ് ആയിട്ട് മക്കളില്ലാതെ എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും എനിക്കറിയാം. സ്ത്രീകളൊക്കെ എത്രത്തോളം കരയുന്നുണ്ട് ആ കാര്യത്തിൽ, അവർക്ക് എത്ര ബുദ്ധിമുട്ടുകൾ സമൂഹം കൊടുക്കുന്നുണ്ട്. പിന്നെ മാനസികമായ പ്രശ്നം, ആ മാനസികമായ പ്രശ്നം കൊണ്ട് തന്നെ അവർക്ക് ശാരീരിക അവശതകൾ വരുന്നത്, അതൊക്കെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവർ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവസാനമായപ്പോൾ അവർ അതിൽ വിജയിക്കുന്നുണ്ട്. വിജയിക്കുമ്പോൾ എന്താണ് കാണിക്കേണ്ടത്? അത്രയും ദിവസത്തെ ആ കഷ്ടപ്പാടിനെ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണത കാണിക്കണമല്ലോ. പക്ഷേ അത് ഈ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ സന്തോഷം കാണിക്കുന്നുണ്ട്, പക്ഷെ ആ സന്തോഷം പോരാ. കാരണം ഈ സിനിമയിൽ ചിന്നു ചാന്ദിനി നായരുടെ ക്യാരക്ടറൊക്കെ അതിൽ അങ്ങോട്ട് ലയിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. പക്ഷെ അവസാനം എത്തിയപ്പോൾ കഥാനായികയുടെ റൂട്ട് തന്നെ മാറ്റിവിട്ട് കളഞ്ഞു. അങ്ങനെ റൂട്ട് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് തിരിയുന്ന പോലെ ഒരു സാഹചര്യമാണ് അവസാനം എത്തുമ്പോൾ കാണിക്കുന്നത്. അതേസമയം അവർ അത്രയും ദിവസം അനുഭവിച്ച വേദനയ്ക്ക് അവർക്ക് ലഭിച്ച വിജയത്തിൻ്റെ ആ വിജയം ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് ചെയ്യും? സമൂഹത്തിൽ അത് ഞെളിഞ്ഞ് നിന്ന് കാണിക്കും, ഞങ്ങൾ വിജയിച്ചു എന്നത് കാണിക്കും. അപ്പോൾ അവരോട് കുത്തുവാക്കുകൾ ചോദിച്ചത് അവരോടൊക്കെ അവർ അതിന് ഉത്തരം പറയുന്ന ഒരു രംഗം എന്തായാലും ജീവിതത്തിൽ ഉണ്ടാവും. അതൊക്കെ ഈ സിനിമയിൽ കാണിക്കേണ്ടതായിരുന്നു. ആ രീതിയിൽ, അതായത് അതിൻ്റെ ആ ഒരു പൂർണ്ണ വിജയം എത്തുന്നത് അവരുടെ സന്തോഷം അങ്ങേയറ്റം അവർ പ്രകടിപ്പിക്കുമ്പോഴാണല്ലോ.
അത് ഇതിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടി വി സീരിയൽ ആണെങ്കിൽ ഒരു 2-3 വർഷമൊക്കെ നീണ്ടുപോയതിന് ശേഷം അവസാനം അത് എങ്ങും എത്താത്ത രീതിയിൽ എന്തൊക്കെയോ ഒപ്പിച്ചു കൂട്ടിയിട്ട് അവസാനിപ്പിക്കാറില്ല അതിൻ്റെ സമയമാകുമ്പോൾ. അതുപോലെയാണ് ഈ സിനിമയിൽ അവസാനം കൊണ്ടുചെന്ന് എത്തിച്ചത്. അത് പോരായിരുന്നു. കാരണം ഈ 2 കണ്ടൻറ്റിൽ ഒരു കണ്ടൻറ്റിൻ്റെ കാര്യം അവർ ഒരുവിധം റെഡിയാക്കി ആദ്യം തന്നെ അവസാനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെ പോട്ടെ. പക്ഷേ രണ്ടാമത്തെ വിഷയം വളരെയധികം സമൂഹത്തിൽ ഒരു പ്രശ്നം ഉള്ളൊരു വിഷയമാണ്. അപ്പോൾ അതിനെ അവസാനം എത്തുമ്പോൾ അവരതിൽ വിജയിച്ച ഒരു സീന് വരുമ്പോൾ അത് വളരെ നന്നായിട്ട് തന്നെ അത് അവതരിപ്പിക്കേണ്ടതായിരുന്നു. അതായത് ആ സിനിമയിൽ തന്നെ വരുന്ന ആക്ടേഴ്സൊക്കെ മറ്റ് ആക്ടേഴ്സൊക്കെ അതിന് എത്രത്തോളം സന്തോഷിക്കുന്നു, അവർക്ക് കൊടുക്കേണ്ട ഉത്തരം എന്ത്, അങ്ങനെയുള്ളതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താമായിരുന്നു. അത് കാണിക്കാത്ത പോലെ അവസാനിപ്പിച്ച പോലെ തോന്നി. അപ്പോൾ ഈ 2 മൈനസ് പോയിന്റുകൾ എനിക്ക് ഈ സിനിമയിൽ തോന്നി. എന്തു തന്നെ ആയാലും ഈ സിനിമ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ് വിശേഷം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.